ബംഗാളിലേക്ക് പോയാൽ ബംഗാളിലെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വലിയ ബഹളമായിരുന്നു. അവിടെ നിന്ന് BJPയുടെ സുവേന്ദു അധികാരിയെ പുറത്താക്കുന്നത് കണ്ടു. വളരെ വൈകാരിക വിക്ഷോഭ സ്വഭാവത്തിലുള്ളൊരു പ്രസംഗം ഇന്നലെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്നു. ബംഗാൾ ഭാഷയ്ക്കെതിരെയും ബംഗാളി സ്വത്വത്തിനെതിരെയും BJP വലിയ തോതിലുള്ള വംശീയ ആക്രമണം നടത്തുകയാണ്. ബംഗാളി ഹിന്ദുക്കൾ അല്ലെങ്കിൽ അവിടുത്തെ ദലിതുകൾ, ബംഗാളി ഭാഷ സംസാരിക്കുന്നവർ, അവരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ സമയമായിരിക്കുന്നു, ബംഗാളിനെ കോളനിയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതൊക്കെ അവർ പറഞ്ഞു. നമുക്കറിയാം ബംഗാൾ ഭാഷയുമായി ബന്ധപ്പെട്ടും ബംഗാളി സ്വത്ത് ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടും ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്താണ്, അതിൽ BJP എടുക്കുന്ന സവിശേഷമായ താല്പര്യം എന്താണ്, അസമിലേക്ക് അടക്കം പോകുമ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ BJPയെ ഹിന്ദു വിരുദ്ധരായും BJPയെ ദലിത് വിരുദ്ധരായും BJPയെ ബംഗാൾ വിരുദ്ധരായും BJPയെ വോട്ട് ചോരി വോട്ട് കള്ളന്മാരായിട്ടൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രസംഗം. അപ്പോൾ BJPയോടുള്ള ഒരു സമീപനത്തിലെ കാർക്കശ്യവും തീക്ഷ്ണതയും നിരന്തരമായി നിലനിർത്തുകയും പുതിയ പുതിയ വിഷയങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അവരോടുള്ള ഫൈറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്യുകയുമാണ് മമതാ ബാനർജി. ഇപ്പോൾ ഈ സംഭവത്തിന് ബംഗാൾ ഫയൽസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ കൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. ബംഗാളിൻ്റെ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അജിംസ്, ഈ ഇപ്പോഴത്തെ ഈ തീക്ഷ്ണമായ സിറ്റുവേഷൻ്റെ ഒരു പശ്ചാത്തലവും സാഹചര്യം എന്താണ്? നമ്മൾ ഈ അസമിൽ നടക്കുന്നിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഒപ്രഷനെക്കുറിച്ചും മാധ്യമങ്ങൾ വാർത്ത ചെയ്യാറില്ലെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിപ്പോൾ ബംഗാളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ബംഗാളിനെ കുറിച്ച് മാത്രമല്ല, ബംഗാളികളെക്കുറിച്ചും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ജൂലൈയിൽ ഒഡീഷയിൽ 444 ബംഗ്ലാ സ്പീക്കിംഗ് മനുഷ്യന്മാരെ, ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, ഇവരെ പോലീസ് പിടികൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ചു. ഒഡീഷ പോലീസ് പറയുന്നത് അവർ ബംഗ്ലാദേശികളാണെന്നാണ്. ഇത് സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ടായി. മഹാരാഷ്ട്രയിൽ പിടികൂടിയിട്ട് ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ കളഞ്ഞിട്ട് പൊക്കളാൻ പറഞ്ഞു. രാജസ്ഥാനിൽ സമാന സംഭവം ഉണ്ടായി. ഏതാണ്ട് 100-300ഓളം പേരെ പോലീസ് പിടികൂടി തടവിലിട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജൂലൈ മാസത്തിൽ തന്നെ മമതാ ബാനർജിയും അതുപോലെ മഹുവ മൊയ്ത്രയും യൂസുഫ് പഠാനും അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു. അതായത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബംഗാളി സംസാരിക്കുന്ന മനുഷ്യർ, അതിൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ആക്രമിക്കപ്പെടുകയാണ്. ഒന്നുകിൽ പോലീസിനാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റൈറ്റ് വിങ് ഗൂൺസിനാൽ ആക്രമിക്കപ്പെടുന്ന അവർ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതിൽ യൂസുഫ് പഠാനും മമതാ ബാനർജി എഴുതിയ കത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളി ഭാഷ സംസാരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റമാണോ? ആ കുറ്റമാണെങ്കിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിൽ താമസിക്കുന്ന ഗൂർഖകളെ നിങ്ങൾ നേപ്പാളിലേക്ക് പറഞ്ഞയക്കുമോ? തമിഴ് ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ അവരെ നിങ്ങൾ ശ്രീലങ്കക്കാരാണെന്നുകൊണ്ട് ശ്രീലങ്കയിലേക്ക് നാട് കടത്തുമോ? അപ്പോൾ ഇവർ കാണിക്കുന്ന ഐഡൻറ്റിറ്റിക്കോ ഇവർ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സിനൊന്നും ഒരു വിലയില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മുടെ എത്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇത് വളരെ രൂക്ഷമായൊരു പ്രശ്നമാണ്. ഒഡീഷയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും, മധ്യപ്രദേശ് ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ, മഹാരാഷ്ട്ര ആവട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്? ഇത് ബംഗാളികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരെ ഒന്നുകിൽ ഡീപ്പോർട്ട് ചെയ്യാൻ നോക്കുക, ബംഗ്ലാദേശിലെ അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർപ്പിക്കുക, അവരുടെ ഡോക്യുമെൻറ്റ്സ് കീറിക്കളയുക, അവരെ ആക്രമിക്കുക, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നതിൻ്റെ ആക്രമിക്കുക. ഈ വിഷയത്തിലാണ് ഒരു പ്രത്യേക പ്രമേയം കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അവതരിപ്പിക്കുന്നത്. ആ പ്രമേയാവതരണത്തെ, അവിടെ അധികം സീറ്റൊന്നുമില്ല BJPക്ക്, വലിയ 10-20 സീറ്റേ ഉള്ളൂ. അത്രയും മൈനോറിറ്റി ആയിട്ടിരിക്കെ തന്നെ അവർ വലിയ അലമ്പുണ്ടാക്കുകയാണ്. അവർ ബഹളം വയ്ക്കുന്നു. ആ പ്രമേയാവതരണം ഇവർ പറയുന്ന കാരണം എന്താണ്? ഒരു കാരണവും പറയുന്നില്ല. അതായത് ഈ പ്രമേയാവതരണത്തിന് തൊട്ടു മുമ്പ് BJPയുടെ ഒരു MLA സംസാരിക്കാൻ ആവശ്യപ്പെട്ടു മമതാ ബാനർജി. അപ്പോൾ ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ആക്രമണം നേരിടുന്ന ബംഗാളികളോട് ആ ആക്രമണം തടയാൻ വേണ്ടി ഇവർ ചെയ്തത്, മമതാ ബാനർജി സർക്കാർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ച് ബംഗാളിലേക്ക് പോകുന്നുള്ളൂ, 5000 രൂപ സർക്കാർ തരും. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വെച്ചു, നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർക്ക് തിരിച്ചു പോരാം, മറ്റ് സംസ്ഥാനങ്ങളിൽ അന്ന് അടി കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല, തിരിച്ചു പോരെ എന്ന് പറഞ്ഞു. കാരണം ബംഗാളിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1.5 കോടി മനുഷ്യർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാളിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവരോട് അങ്ങനെ പെരുമാറുന്നില്ല എന്നാണ് മമതാ ബാനർജി പറയുന്നത്. അപ്പോൾ ഈ ബംഗാളികൾ ആരും തിരിച്ചു വന്നില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. BJP ഉന്നയിക്കുന്ന ആക്ഷേപം 5000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടും ബംഗാളിലേക്ക് ആരും തിരിച്ചു വന്നില്ല. അപ്പോൾ ഇവരൊന്നും ബംഗാളികളല്ല, അവർ ബംഗ്ലാദേശികളാണെന്നാണ് ഈ BJPയുടെ ഒരു ആക്ഷേപം. BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരൊക്കെ ഈ ബംഗ്ലാ ഭാഷ സംസാരിച്ചുകൊണ്ട് ബംഗാളികൾ എന്ന വ്യാജേന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും ബംഗ്ലാദേശികളാണെന്നാണ് BJPയുടെ വാദം. അതിനെതിരെയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ശക്തമായ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബംഗാൾ മുമ്പേ RSSൻ്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. കേരളം പോലെ തന്നെ ബംഗാളും RSSൻ്റെ നോട്ടപ്പുള്ളിയാണ്. ഇപ്പോൾ കേരളത്തിലാണ് ഈ RSSൻ്റെ രൂപീകരണത്തിന് കാരണം എന്താണെന്ന് ചോദ്യത്തിന് RSSകാർ പറയുന്ന മറുപടി,
മലബാർ കലാപമാണ് RSS രൂപീകരിക്കാൻ കാരണം എന്നാണ് പറയുക. അപ്പോൾ ആ മലബാർ രൂപീകരണമാണ് 1921 തന്നെ കേരളത്തിൽ RSSന് കണ്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളൊരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ബംഗാളും അങ്ങനെ തന്നെയാണ്. ബംഗാളിൽ പക്ഷേ അവർക്ക് ഒരു തരത്തിലുള്ള ഇൻറോഡ്സ് ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ആദ്യം 65 MLA-മാരുണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ ഇപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഇൻറോഡ്സ് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഇൻറോഡ്സ് ഉണ്ടാകാൻ കഴിയാത്തതിന് ഒരു കാരണം ഒന്ന് കോൺഗ്രസ് ശക്തമായിരുന്നു ഒരു കാലത്ത്, പിന്നീട് CPM ശക്തമായിരുന്നു ഇവർക്ക്. പക്ഷേ അവരപ്പോഴും വളരെ സൈലൻ്റായി. ഈ നമ്മൾ പറയുന്ന ഈ ഭദ്രലോക് എന്ന് പറയുന്ന കൽക്കത്തയിലെ ഉന്നത കുലജാതരായ ബംഗാളികളല്ല, അവർ ഏറ്റവും ദളിതുകൾ, ആദിവാസികൾ, അതുപോലെ നോർത്തേൺ ബംഗാളിലെ സിരിഗുഡി എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് അവിടെയൊക്കെ അവർ ഈ റൂറൽ മേഖല കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാനമായി അവർ എന്താണ് ചെയ്യുന്നത്? ഒന്ന്, നിങ്ങളുടെ അപ്പുറമുള്ളത് അവൻ ബംഗ്ലാദേശിൽ നിന്ന് കിടന്നു വന്നവനാണ്, ഇത് പറയുകയാണ് ആൾക്കാരോട്. അപ്പോൾ ഈ ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട്, മറ്റൊന്ന് ഈ ബംഗ്ലാദേശീയതയ്ക്കെതിരെ ഇവരുടേതായ ഒരു ഹിന്ദുത്വ നാഷണാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആവട്ടെ, അല്ലെങ്കിൽ വിവേകാനന്ദനാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് വേറൊരു ദേശീയത അവിടെ വളർത്തിക്കൊണ്ടുവരിക, ഡിവൈഡ് ഉണ്ടാക്കുക, എല്ലായിടത്തും ചെയ്യുന്ന പണി. അതിൻ്റെ അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അതുവരെ CPM ചെറുത്ത് നിന്ന ശരിക്കും യഥാർത്ഥത്തിൽ CPM തന്നെയാണ് അതിന് ചെറുത്ത് നിന്നത്. അവരുടെ സ്വാധീനത്തെ തടഞ്ഞത് CPM തന്നെയാണ്. CPM വീക്കൻ ചെയ്തപ്പോൾ, CPM ദുർബലമായപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ഇവർക്ക് കുറേ കൂടി ഇൻഫ്ലുവൻസ് ഉണ്ടായതും അവരിപ്പോൾ സീറ്റ് നേടാൻ തുടങ്ങിയതും. അപ്പോൾ അവർക്ക് ബംഗാൾ എന്ന് പറയുന്ന അവരുടെ ഒരു ഹോട്ട്സ്പോട്ടാണ്, അവരുടെ ഒരു പൊളിറ്റിക്സിലെ ഹോട്ട്സ്പോട്ടാണ്. അവരതിനു വേണ്ടി എന്തും ചെയ്യും. കാരണം അവർ കൊടുത്തൊരു വാഗ്ദാനമാണ്, അതാ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അവന്മാർ അവിടെ പോയി കിടപ്പുണ്ട്, ഇവിടെ ഗുജറാത്തിലുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ തിരിച്ചുവിടും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇനി അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. അത് തന്നെയാണ് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ആൻറ്റി ബംഗ്ലാ ഈ സംഗതി പറഞ്ഞുകൊണ്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഡിവൈഡ്, അതിനെതിരെ ഇപ്പോൾ ഈ മമതാ ബാനർജി സൃഷ്ടിക്കുന്ന ഈ ബംഗാൾ ഐഡൻറ്റിറ്റി സംഗതിയുടെ സാധ്യത എന്തുമാത്രമാണ്? നമുക്കതിൻ്റെ സാധ്യത എന്നതുപോലെ തന്നെ അതിനകത്ത് വലിയ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ വെച്ചാൽ ബംഗാൾ അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല, ഒരു രാജ്യം എന്നുള്ള നിലക്ക് ആലോചിക്കുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 22 ലക്ഷം ബംഗാളികളാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട്, മമതാ ബാനർജിയുടെ കണക്ക് പ്രകാരം സംസ്ഥാനങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. 22 ലക്ഷം ബംഗാളികൾ. എല്ലാ സംസ്ഥാനക്കാരും എല്ലാ സംസ്ഥാനങ്ങളും ജോലി ചെയ്യുന്നില്ലേ? എത്ര ലക്ഷം മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. മദ്രാസിൽ പോയി നോക്കൂ, ബാംഗ്ലൂരിൽ പോയി നോക്കൂ, ബോംബെയിൽ പോയി നോക്കൂ, ഡൽഹിയിൽ പോയി നോക്കൂ. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളും വിവിധ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യ. നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോകാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ മനുഷ്യർ ഇങ്ങനെ ധാരാളമായി സഞ്ചരിക്കുകയും ജോലി ചെയ്യുകയും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ്, അവരുടെ സേവനവും അവരുടെ ചരക്കുകളും ഇന്ത്യ മൊത്താകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ ബംഗാളികളെ മാത്രം സവിശേഷമായി തപ്പിപ്പിടിച്ച് അവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുക, അവരെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുക, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് പിടിച്ചു വെക്കുക, നശിപ്പിക്കുക, എന്നതിന് ശേഷം വീണ്ടും പിടിച്ച് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാത്തവരാണ് ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞ് തള്ളുക. ഈ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, ഈ മക്തൂബ് മീഡിയ പുഷ്ഡ് എന്ന പേരിൽ 2 ദിവസം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവർ പിടിച്ചു കൊണ്ടുപോയി തള്ളപ്പെട്ടവർ അവർ സംസാരിക്കുകയാണ്. അവരിൽ പലരെയും ബംഗാൾ പോലീസ് തന്നെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ നേരിട്ട് വന്ന് സംസാരിക്കുകയാണ്. അവർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നു. അവരെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ, പോലീസ് തന്നെ പിടിക്കുന്നു, പീഡിപ്പിക്കുന്നു, അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി സംസ്ഥാനങ്ങളൂടെ ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബിഹാരികളുണ്ട് ധാരാളക്കണക്കിന് മുംബൈയിൽ. മഹാരാഷ്ട്ര പോലീസ് ബിഹാരികൾക്കെതിരെ ഇങ്ങനെ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? കൽക്കത്തയിലുണ്ട് ബിഹാരികൾ. തമിഴന്മാർ എവിടെ? നമ്മുടെ തിരുവനന്തപുരത്ത് എത്ര തമിഴന്മാരുണ്ട്? ഡൽഹിയിൽ എത്രയുണ്ട്? ബാംഗ്ലൂർ എത്ര തമിഴന്മാരുണ്ട്? അപ്പോൾ ഇങ്ങനെയാണോ ഒരു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ പെരുമാറേണ്ടത്? അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യാൻ ആധാരമായുള്ള സംഭവം, ഇപ്പം അവിടെ അസംബ്ലി സെഷൻ നടക്കുകയാണ്. ഈ അസംബ്ലി സെഷൻ എന്താണെന്ന് അറിയാം നിഷാദെ? ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി വിളിച്ച സ്പെഷ്യൽ സെഷനാണ്. അങ്ങനെ ഒരു സംസ്ഥാനം ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ചു. കേരളത്തിൽ സ്പീക്കർ ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കുകയാണ്. എന്താ? ഡൽഹിയിലെ നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്കൊരു ഏകകണ്ഠമായ പ്രമേയം പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അസംബ്ലി സെഷൻ വിളിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന പാനിക് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തോട് ചെയ്യുന്ന അപമാനം എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ, ഈ ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ബംഗാളികളായിട്ടുള്ള തൊഴിലാളികൾ
അവരെ വളഞ്ഞു പിടിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ആ സംസ്ഥാനം സ്പെഷ്യൽ അസംബ്ലി സെഷൻ വിളിക്കേണ്ടി വരുന്നു, അവർക്കതിൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബംഗാൾ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് എന്ത് സംഭവിക്കുന്നില്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടല്ലോ, നമ്മളെങ്ങനെ ഇത്രയും കാലം നിലനിന്നത്? അതും മലയാളിയും തമിഴനും ബംഗാളിയും കന്നഡയും ഇതൊക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി കണ്ടുകൊണ്ടല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ജോലി ചെയ്ത് ചരക്കുകളും സേവനങ്ങളും പരസ്പരം പങ്കുവെച്ച് അങ്ങനെ 10-75 വർഷക്കാലം നിലനിന്ന ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുകയാണ്. ഒരു സംസ്ഥാനം ഞങ്ങളുടെ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങൾ പീഡിപ്പിക്കുന്നു, അത് നിർത്തണമെന്ന് പ്രത്യേകമായി പറയാൻ ഒരു പ്രത്യേക അസംബ്ലി സെഷൻ വിളിച്ചു ചേർക്കേണ്ടി വരിക എന്ന് പറയുന്ന സാഹചര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഈ മുംബൈയിൽ ബിഹാരികൾക്കെതിരെ മദ്രാസികൾക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ആര് നടത്തിയതാണ്? ശിവസേന എന്ന് പറയുന്ന പാർട്ടി നടത്തിയതാണ്. ഇത് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരെ വളഞ്ഞു പിടിക്കുന്നു. ഇവരൊക്കെ ബംഗ്ലാദേശികളെന്ന് പറയാം. അങ്ങനെയാണ് ഇവർ ഈ മമതാ ബാനർജി കുറേ ദിവസങ്ങളായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന സ്കീം, അതിന് ശ്രമശ്രീ എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവന്നു. എന്താണ്, നിങ്ങൾ ഈ നേരത്തെ അജിംസ് പറഞ്ഞാൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ട, നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വയം തൊഴിലിനും മറ്റു കാര്യങ്ങൾക്കുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം, അതിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക സ്കീം തന്നെ സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇങ്ങനെ എല്ലാവരും തുടങ്ങാൻ വിചാരിക്കുക, ഇത് നിങ്ങളാരും, നമ്മൾ മുംബൈയിലുള്ളവർ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോരി, നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഗതി അവർ എന്തിനാണ് BJP ഇത് ചെയ്യുന്നത്? BJP ചെയ്യുന്നത് നേരത്തെ അജിംസ് പറഞ്ഞവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് അത് ബംഗാൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ബംഗാൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. അത് ഐഡിയോളജിക്കലായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇന്ത്യയിൽ RSS പ്രചാരകന്മാർ ഏറ്റവും അധികം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? അത് ഈ ബംഗാളിലാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ കൂട്ടത്തോടെ അങ്ങോട്ട് ചെല്ലുകയാണ്, പല വിധത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കണം, കാലുഷ്യം ഉണ്ടാക്കണം, ടെൻഷൻ ഉണ്ടാക്കി കാലുഷ്യം ഉണ്ടാക്കി അതിലൂടെ അടുത്ത 2026 തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ പറ്റും. ഇനി ഇതിനേക്കാൾ വലിയ സംഗതി വരാനിരിക്കുകയാണ്. SIR നടപ്പിലാക്കാൻ പോവുകയാണ് അവിടെ. നോക്കൂ, അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇലക്ഷൻ. SIR നടപ്പിലാക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നല്ല കാര്യം. പക്ഷെ അന്ന് ഇച്ചിരി നേരത്തെ നടത്തിക്കൂടെ? എന്തിനാണ് ഈ അങ്ങേ തലക്കിൽ, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലക്കിൽ വെച്ച് SIR നടപ്പിലാക്കുന്നത്? അത് ആ കാര്യങ്ങളാകപ്പാടെ കുഴമറിക്കും, ഒരുതരം കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കും, കാലുഷ്യം ഉണ്ടാവും. അതിലൂടെ കാലുഷ്യം ഉണ്ടാക്കി അധികാരത്തിലെത്താൻ പറ്റുമെന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതിശക്തമായ നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്നത്. അവർ ബംഗാൾ വിരോധി, BJP എന്ന് പറയുന്നത് ബംഗാൾ വിരോധി ടീമാണ് എന്നാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ച അവരൊരു റാലിയിൽ പ്രസംഗിക്കും, നമ്മളൊരു ഭാഷാ ആന്തോളൻ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. ഇതൊന്നും ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1960കളിൽ തമിഴ്നാട്ടിലുണ്ടായതാണ് ഈ ഭാഷാ പ്രക്ഷോഭങ്ങൾ. അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ അത് പരിചിതമല്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? നമുക്ക് രാജ്യത്തെ മുഴുവൻ അഖണ്ഡമായി ഏകീകരിച്ച് നിർത്താൻ ഞങ്ങൾക്കേ സാധിക്കൂ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ 11ാം വർഷം നിൽക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തെ അസംബ്ലിക്ക് ഇങ്ങനെ പ്രമേയം പാസ്സാക്കേണ്ടി വരുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നമുക്ക് ഭാഷാ ആന്തോളൻ തുടങ്ങണം, ഈ കേന്ദ്രവും BJPയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബംഗ്ലാ വിരോധീസാണ്, അങ്ങനെ പറയേണ്ടി വരുന്നു. എത്ര ഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻ്റാണ്. അവർക്ക് ആ ബംഗാളികളോട് സംസാരിക്കാൻ, ബംഗാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് അവർക്കറിയാം. അത് രാഷ്ട്രീയമായി ഈ ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മമതയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ കാലുഷ്യം ഉണ്ടാക്കുന്നു, വിഭജനം ഉണ്ടാക്കുന്നു, ഇനി SIR വന്നിട്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. വലിയ കാലുഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമല്ലോ, അത്രയും മതി. ബംഗാൾ വിഭജിക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ. ബംഗാളിനെ 2 സംസ്ഥാനമാക്കണം, 3 സംസ്ഥാനമാക്കണം എന്ന് മാത്രമല്ല ഈ സിലിഗുരി കോറിഡോർ ഏരിയ അത് കേന്ദ്ര ഭരണ പ്രദേശമാക്കണം എന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട്. അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, സിലിഗുരി കോറിഡോർ, അത് ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്ന പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്ത് മുഴുവൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് സംസ്ഥാനം മുഴുവൻ ഭരിക്കാൻ പറ്റില്ല, നമുക്കതിന് 2 കഷ്ണമാക്കാമെന്നേ, അങ്ങനെയും ചിന്തിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ ഒരു BJP നേതാവ്, നമുക്ക് കൊങ്കുനാട് വേറെ ഉണ്ടാക്കാം, തമിഴ്നാടിനെ കഷ്ണമാക്കിയിട്ട് കൊങ്കുനാട് വേറെ ഉണ്ടാക്കാം. ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് തൃശ്ശൂരെ ജയിക്കുമല്ലോ, നമുക്ക് തൃശ്ശൂർ വേറെ സംസ്ഥാനമാക്കാം, അതിന് തൃശ്ശൂർ ഇങ്ങ് എടുക്കുക, നമുക്കത് വേറെ സംസ്ഥാനമാക്കാം. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ വർഷം അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മൊത്തം 75 സംസ്ഥാനമാക്കണം
75 സംസ്ഥാനമാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകം ബാംഗ്ലൂരിലൊരു പേര് ഞാൻ മറന്നു, ഒരു ഹിന്ദുത്വ ഐഡിയോളജി ഇതിനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മംഗലാപുരം ഭാഗത്തുള്ള ഒരു പ്രിൻസിപ്പളല്ലോ, ഒരു കോളേജ് പ്രിൻസിപ്പൾ, കെമിസ്റ്റൊക്കെ ആയിരുന്ന ആളാണ്. ഇന്ത്യ മൊത്തം 75 സംസ്ഥാനമാക്കണം എന്നാണ് പുള്ളിയുടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതരം തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ബംഗാളിൽ ജയിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യാം? ബംഗാൾ കുറേ കഷ്ടം കേന്ദ്രഭരണ പ്രദേശമാക്കി ജയിക്കുന്ന ഭാഗം നമുക്ക് വേറൊരു ഇതാക്കാം. വേറെ സംഗതി ഉണ്ടോ ബംഗാളിൽ? ഈ 2 വർഷം മുമ്പ് വന്നിട്ടുള്ള ഈ BSF നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ. BSF നോട്ടിഫിക്കേഷൻ എന്താ സംഭവിക്കുന്നത്? BSFൻ്റെ ഏരിയ ഓപ്പറേഷൻ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ എന്നുള്ളത് 50 കിലോമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. അതോടുകൂടി ബംഗാൾ സംസ്ഥാനത്തിൻ്റെ 1/3 അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ചാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാനും സെർച്ച് നടത്താനും സീസർ നടത്താനുമുള്ള അവകാശം ഈ BSFന് വന്നു ചേർന്നിരിക്കുകയാണ്. ഫലത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യം ഈ പ്രദേശങ്ങൾ ബംഗാളിലെ ഈ 1/3 വരുന്ന അതിർത്തി ജില്ലകളിൽ BSFൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. അവിടെ BSFുമായിട്ടുള്ള സംഘർഷങ്ങൾ പല സമയങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ ഒരു ഡിസ്റപ്റ്റീവ് പൊളിറ്റിക്സ്, കാലുഷ്യം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക. ഇതിനു വേണ്ടിയുള്ള പ്രചാരണപരമായി ഇതിനുവേണ്ടി ഇന്ന് സിനിമ റിലീസായി കഴിഞ്ഞു. ബംഗാൾ ഫയൽസ്, ടാഷ്കൻ ഫയൽസ് ആദ്യം വരുന്നു, കശ്മീർ ഫയൽസ് വരുന്നു, ബംഗാൾ ഫയൽസ് എന്താണ്? 1940 നോക്കൂ, വിഭജനത്തിൻ്റെ നാളുകളിൽ ഇന്ത്യ വലിയ കടുത്ത കാലുഷ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബംഗാളിലും നൗഖലി നമുക്കറിയാം, ബംഗാളിൽ വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം വീണ്ടും ചൊറിമാന്തി എടുത്ത് ഇപ്പോൾ BJP ഭരിക്കുന്ന സമയത്ത് പോലും സെൻസർ ബോർഡ് അതിന് A സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വയലൻസ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വയലൻസാണ്. A സർട്ടിഫിക്കറ്റ് ഫിലിമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൽ അന്നത്തെ ഗോപാൽ ചന്ദ്ര മുഖർജി എന്ന് പറഞ്ഞിട്ട് അന്ന് കലാപത്തിൽ ഹിന്ദുക്കളെ രക്ഷിക്കുന്നതിൽ മുൻനിരയിൽ എന്ന് പറയപ്പെടുന്ന ചരിത്ര പുരുഷനുണ്ട്, വളരെ ബംഗാളിൽ സ്വീകാര്യനായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ ചെറുമകന് ഈ സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം എൻ്റെ അച്ഛനെ പോലും മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, എല്ലാം തലതിരിച്ചിട്ടിരിക്കുകയാണ്. കോടതി കേസ് കൊടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. സിനിമ ഇന്ന് റിലീസായി വേറെ വിഷയം. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ സിനിമ ഇറക്കുന്നത്? എന്തിനാണ്? ഈ ഒരു പ്രോജക്റ്റ്, ഒരു ടോട്ടൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഈ ടോട്ടൽ ഡിസൈൻ, അതിനൊരു പുഷ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരേ സമയം BJPക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ അഖണ്ഡതയെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച്, സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യരെ, സംസ്ഥാനങ്ങളെ, ഭാഷാ വിഭാഗങ്ങളെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ അഖണ്ഡ ഭാരത രാഷ്ട്രീയം എന്നാണ് അവർ ആലോചിക്കേണ്ടത്. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് പരസ്പരം കലർന്ന് ജീവിക്കേണ്ട നമ്മളെ എങ്ങനെയൊക്കെയാണ് ഈ ഡിവൈഡ് ചെയ്യാൻ കഴിയുക എന്നുള്ള വലിയ പണി നടക്കുന്നു. ഒരർത്ഥത്തിൽ രാഷ്ട്രം എന്ന ആശയത്തിനെതിരായിട്ടുള്ള ഒരു പരിപാടിയാണിത്. കേവലം BJPയും മമതാ ബാനർജിയും തമ്മിലുള്ള പ്രശ്നമായിട്ട് ചുരുക്കി ഇതിനെ കാണാൻ കഴിയില്ല എന്നാണ്.